Hi all, welcome to Wings to Win Education. ഫസ്റ്റ് ദി കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയയാണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ദി കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് ബേസ്ഡ് ഓൺ ദി എംപിരിക്കൽ സ്റ്റഡി ഓഫ് ദി അമേരിക്കൻ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി മെയ്ഡ് ബൈ പോൾ എച്ച് ഡഗ്ലസ് ആൻഡ് CW കോബ്. പോൾ എച്ച് ഡഗ്ലസും അതുപോലെ തന്നെ CW കോബും കൂടി അമേരിക്കയിലെ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയിൽ നടത്തിയിട്ടുള്ള ഒരു എംപിരിക്കൽ സ്റ്റഡിയുടെ ബേസിൽ ഡിറൈവ് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റഡിയുടെ ബേസിൽ വന്നിട്ടുള്ള പ്രൊഡക്ഷൻ ഫംഗ്ഷനെയാണ് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ലീനിയർ ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഓഫ് ഡിഗ്രി 1 which takes into account two inputs, labor and capital, for the entire output of the manufacturing industry. ഫസ്റ്റ് ആയിട്ട് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയിലെ എംപിരിക്കൽ സ്റ്റഡിയിൽ നിന്നുമാണ് ഈ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ലീനിയർ ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്. അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 1 ആണ്. ഇവിടെ ലേബർ ആൻഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള 2 ഇൻപുട്സ് ആണ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ദി കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് എക്സ്പ്രസ്ഡ് ആസ് Q ഈസ് ഈക്വൽ ടു A L റൈസ് ടു ആൽഫ K റൈസ് ടു ബീറ്റ. കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്? Q ഈസ് ഈക്വൽ ടു A L റൈസ് ടു ആൽഫ ആൻഡ് K റൈസ് ടു ബീറ്റ എന്നുള്ളതാണ് ഈ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഫോം എന്ന് പറയുന്നത്. അവർ Q ഈസ് ഔട്ട്പുട്ട് ആൻഡ് L ആൻഡ് K ആർ ഇൻപുട്സ് ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ റെസ്പെക്റ്റീവ്ലി. Q എന്ന് പറയുന്നത് ഔട്ട്പുട്ടാണ്, L എന്ന് പറയുന്നത് ലേബറാണ്, K എന്ന് പറയുന്നത് ക്യാപിറ്റലാണ്. A ആൻഡ് ആൽഫ ആൻഡ് ബീറ്റ ആർ പോസിറ്റീവ് പാരാമീറ്റേഴ്സ് വെർ A ഗ്രേറ്റർ ദാൻ 0 B ഗ്രേറ്റർ ദാൻ 0. ആൽഫയും ബീറ്റയും എന്താണ്? പോസിറ്റീവ് പാരാമീറ്റേഴ്സ് ആണ്. അതിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. The equation tells that output depends directly on L and K, and that part of output which cannot be explained by L and C is explained by A, which is the residual of called technical change. അതായത് ഔട്ട്പുട്ട് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ലേബറിൻ്റെയും ക്യാപിറ്റലിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഔട്ട്പുട്ട് ഇരിക്കുന്നത്. ഔട്ട്പുട്ട് കനോട്ട് ബി എക്സ്പ്ലൈൻഡ് ബൈ L ആൻഡ് C ഈസ് എക്സ്പ്ലൈൻഡ് ബൈ A, വിച്ച് ഈസ് ദി റെസിജ്വൽ ഓഫൻ കോൾഡ് ടെക്നിക്കൽ ചേഞ്ച്. A എന്ന് പറയുന്നത് ടെക്നിക്കൽ ചേഞ്ച് ആണ്. A എന്ന് പറയുന്നത് നമ്മുടെ ടെക്നിക്കൽ ചേഞ്ച് ആയതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് ഇതിനോട് ഡയറക്റ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ലേബറിൻ്റെയും ക്യാപിറ്റലിനെയും ഡയറക്റ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഔട്ട്പുട്ട് ഇരിക്കുന്നത്. ദി പ്രൊഡക്ഷൻ ഫംഗ്ഷൻ സോൾവ്ഡ് ബൈ Cobb Douglas had 1/4 contributions of capital to the increase in manufacturing industry and 3/4 of labor, so that the Cobb Douglas production function is Q is equal to AL raised to 3/4 C raised to 1/4. അതായത് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അമേരിക്കൻ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയിൽ നടത്തിയിട്ടുള്ള എംപിരിക്കൽ സ്റ്റഡിയുടെ ബേസിലാണ് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ സോൾവ് ചെയ്തപ്പോൾ എംപിരിക്കലി കോബും ഡഗ്ലസും കൂടെ ഈ ഒരു ഫംഗ്ഷൻ സോൾവ് ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയത് 1/4 കോൺട്രിബ്യൂഷൻ ആണ് ക്യാപിറ്റലിൽ നിന്നും, അതുപോലെ തന്നെ 3/4 ആണ് ലേബറിൻ്റെ കോൺട്രിബ്യൂഷനും. ഒരു ഔട്ട്പുട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയിലെ ഒരു ഔട്ട്പുട്ട് ലഭ്യമാവുന്നതിന് വേണ്ടിയിട്ട് ലേബറിൻ്റെ കോൺട്രിബ്യൂഷൻ 3/4ഉം ക്യാപിറ്റലിൻ്റെ കോൺട്രിബ്യൂഷൻ 1/4ഉമാണ്. അതുകൊണ്ടാണ് ഇക്വേഷൻ എങ്ങനെ ആയിട്ട് മാറി? Q ഈസ് ഈക്വൽ ടു A L റൈസ് ടു 3/4 ആൻഡ് C റൈസ് ടു 1/4, which shows constant returns to scale because the total of the values of L and C is equal to 1. അതുകൊണ്ട് തന്നെ ഇത് കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ ആണ് കാണിക്കുന്നത്. കാരണം ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു 1 ആണ്. ദാറ്റ് മീൻസ് 3/4 പ്ലസ് 1/4 ഈസ് ഈക്വൽ ടു 1. അതുകൊണ്ട് തന്നെ ഈ ഒരു ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു 1 ആയതുകൊണ്ട് തന്നെ ഇത് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിലിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദി കോഫിഷ്യന്റ് ഓഫ് ലേബർ ഇൻ ദി CD function means Cobb Douglas production function measures the percentage increase in Q that would result from a 1% increase in L while holding K constant. അതായത് കോഫിഷ്യന്റ് ഓഫ് ലേബർ ഇൻ ദി കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ഒരു കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിലുള്ള കോഎഫിഷ്യൻസിൻ്റെ
ലേബറിൻ്റെ കോഫിഷ്യൻസ് മെഷർ ചെയ്യുന്നത് പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ക്യൂ ദാറ്റ് വുഡ് റിസൾട്ട് ഫ്രം എ 1% ഇൻക്രീസ് ഇൻ എൽ വൈൽ ഹോൾഡിംഗ് കെ ആസ് കോൺസ്റ്റൻറ്റ്. കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ലേബറിൻ്റെ കോൺട്രിബ്യൂഷൻ മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാപിറ്റലിനെ അവിടെ കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് ഹോൾഡ് ചെയ്യും. എന്നിട്ട് ലേബറിനെ 1% ഇൻക്രീസ് നടത്തുമ്പോൾ ക്യൂവിൽ അല്ലെങ്കിൽ ഔട്ട്പുട്ടിൽ എത്രത്തോളം ചേഞ്ച് വരുന്നു, എത്ര പെർസെൻറ്റേജ് ചേഞ്ച് വരുന്നു എന്ന് നോക്കും. അങ്ങനെയാണ് ലേബറിൻ്റെ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ കോഫിഷ്യൻ്റ് മെഷർ ചെയ്യുന്നത്. ലേബറിൻ്റെ കോഫിഷ്യൻ്റ് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാപിറ്റലിനെ കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് നിലനിർത്തും. എന്നിട്ട് 1% ലേബറിൽ ഇൻക്രീസ് വരുത്തുമ്പോൾ ക്യൂ ഔട്ട്പുട്ടിൽ എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് വരുന്നു എന്നുള്ളത് മെഷർ ചെയ്യും. സിമിലർലി beta is the percentage increase in quantity that would result from alpha 1% increase in K while holding L as constant. ഇനി നേരെ തിരിച്ച് ക്യാപിറ്റലിൻ്റെ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ക്യാപിറ്റലിൻ്റെ കോഫിഷ്യൻ്റ് എങ്ങനെ മെഷർ ചെയ്യും? ബീറ്റയാണ് ക്യാപിറ്റലിൻ്റെ കോഫിഷ്യൻ്റ് ഇവിടെ ഈ ഒരു തന്നിട്ടുള്ള പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ. അത് ലേബറിനെ കോൺസ്റ്റൻ്റ് ആക്കി നിലനിർത്തും. എന്നിട്ട് 1% ഇൻക്രീസ് ക്യാപിറ്റലിൽ വരുത്തുമ്പോൾ ക്യൂ എന്ന് പറയുന്ന ഔട്ട്പുട്ടിൽ എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് സംഭവിക്കുന്നു എന്നുള്ളത് നോക്കും. അങ്ങനെയാണ് ക്യാപിറ്റലിൻ്റെ കോഫിഷ്യൻ്റ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് കോൺട്രിബ്യൂഷൻ കണ്ടെത്തുന്നത്. ദി കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഷോയിങ് കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ ഡെപിക്റ്റഡ് ഇൻ ഫിഗർ. കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിലാണ്. അത് ഒരു ഫിഗറിൻ്റെ ഹെൽപ്പോട് കൂടി നമുക്ക് മനസ്സിലാക്കാം. Labor input is taken on the horizontal axis and capital on the vertical axis. ലേബർ എന്ന് പറയുന്ന ഫാക്ടറാണ് എക്സ് ആക്സിസിൽ കൊടുത്തിട്ടുള്ളത്, ക്യാപിറ്റൽ വൈ ആക്സിസിലും കൊടുത്തിട്ടുണ്ട്. ടു പ്രൊഡ്യൂസ് 100 യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് OC യൂണിറ്റ്സ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് OL യൂണിറ്റ്സ് ഓഫ് ലേബർ ആർ യൂസ്ഡ്. 100 ക്യൂ എന്ന് പറയുന്ന ഈ ഒരു ഫസ്റ്റ് ഐസോ കൊണ്ട് 100 യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ടാണ് ലഭിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് OL1 യൂണിറ്റ്സ് ഓഫ് ലേബറും OC1 യൂണിറ്റ്സ് ഓഫ് ക്യാപിറ്റലുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇഫ് ദി ഔട്ട്പുട്ട് വേർ ടു ബി ഡബിൾഡ് ടു 200 ദി ഇൻപുട്സ് ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ വുഡ് ഹാവ് ടു ബി ഡബിൾഡ്. അതായത് 200 ആയിട്ട് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഔട്ട്പുട്ടിനെ ഡബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഇൻപുട്സ് ഫാക്ടേഴ്സിലും ഡബിളിംഗ് നടത്തേണ്ടതുണ്ട്. 200 ആക്കിയിട്ട് ഔട്ട്പുട്ട് ലഭ്യമാവണമെന്നുണ്ടെങ്കിൽ ലേബറിനെയും ക്യാപിറ്റലിനെയും ഡബിളായിട്ട് OL2 ആയിട്ടും OC2 ആയിട്ടും ഇൻക്രീസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. OC is exactly double of OC1 and OL2 is double of OL1. OL2 എന്ന് പറയുന്നത് OL1ൻ്റെ ഡബിളാണ്, OC2 എന്ന് പറയുന്നത് OC1ൻ്റെ ഡബിളാണ്. 200 എന്ന് പറയുന്നത് 100ൻ്റെ ഡബിളാണ്. ഡബിളിംഗ് ഔട്ട്പുട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഡബിളിംഗ് ആയിട്ട് തന്നെ ഇൻപുട്ട് ഫാക്ടേഴ്സ് ആയിട്ടുള്ള ലേബറിനെയും ക്യാപിറ്റലിനെയും ഇൻക്രീസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. Similarly, if the output is to be raised threefold to 300, the units of labor and capital will have to be increased the threefold. OC3 and OL3 are 3 times larger than OC1 and OL1 respectively. Another method is to take the scale line or expansion path connecting the equilibrium points Q, P and R. OS is the scale line or expansion path joining these points. ഇനി 300 ആക്കിയിട്ട് വീണ്ടും ഡബിൾ ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 100 യൂണിറ്റ്സ് വീണ്ടും എക്സ്ട്രാ കിട്ടണമെന്നുണ്ടെങ്കിൽ വീണ്ടും എക്സ്ട്രാ സെയിം യൂണിറ്റ്സ് ഓഫ് ക്യാപിറ്റലിനെയും ലേബറിനെയും എക്സ്ട്രാ ചെയ്യിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇത് കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്. ഇനി OS എന്ന് പറയുന്ന എക്സ്പാൻഷൻ പാത്ത് വഴി അല്ലെങ്കിൽ സ്കെയിൽ ലൈൻ വഴിയും ഈ ഒരു കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിലിനെ മെഷർ ചെയ്യാവുന്നതാണ്. കാരണം QP ഈസ് ഈക്വൽ ടു PR ആണ്. QPയിൽ നിന്നുള്ള ഡിസ്റ്റൻസും PRൻ്റെ ഡിസ്റ്റൻസും സെയിം ആണ്. അതുകൊണ്ട് തന്നെ എക്സ്പാൻഷൻ പാത്ത് എന്താണ് കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിലിനെയാണ് ഇവിടെ കാണിക്കുന്നത്. ദെൻ പ്രോപ്പർട്ടീസ് ഓഫ് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടീസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, MPL and MPK depends only on the quantities of capital and labor used in the production process. MPLും MPKയും എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ക്യാപിറ്റലിൻ്റെയും ലേബറിൻ്റെയും ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്തിരിക്കുന്നത്? MPLും MPKയും. MPL, marginal productivity of labor, depends on quantity of labor used in the production function, and marginal productivity of capital depends on the quantities of capital used in the production function. That means MPK is equal to dQ by dK or alpha into APK.
എം പി കെ എന്ന് പറയുന്നത് എന്താണ്? ആൽഫ ഇൻറ്റു എ പി കെ ആണ്. എം പി എൽ എന്ന് പറയുന്നതോ ബീറ്റ ഇൻറ്റു എ പി എൽ ആണ്. എം പി കെ ഈസ് ഈക്വൽ ടു മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു എ പി കെ. എം പി എൽ ഈസ് ഈക്വൽ ടു ബീറ്റ ഇൻറ്റു എ പി എൽ. ഇതാണ് ഫസ്റ്റ് property. Then second one, MRS-LK is equal to beta divided by alpha into K by L. MRS-LK, marginal rate of technical substitution of labor and capital എങ്ങനെയാണ് കാണുന്നത്? ബീറ്റ ബൈ ആൽഫ അല്ലേ? ആൽഫയുടെയും ബീറ്റയുടെയും റേഷ്യോ ബീറ്റ ബൈ ആൽഫ ഇൻറ്റു കെ ബൈ എൽ ആണ്. ഇനി MRS KL എങ്ങനെ കാണും? ആൽഫ ബൈ ബീറ്റ ഇൻറ്റു എൽ ബൈ കെ ആയിരിക്കും. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും കെ എൽ വരുന്നത്, MRS KL വരുന്നത്. ഇതാണ് സെക്കൻഡ് അസംഷൻ. ദെൻ തേർഡ് വൺ ഈസ് ആൽഫ ആൻഡ് ബീറ്റ ആർ ദി എക്സ്പോണൻസ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലേബർ റെസ്പെക്റ്റീവ്ലി. ഷോസ് ദി ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റീസ് ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ. ആൽഫയും ബീറ്റയും എന്താണ് കാണിക്കുന്നത്? ലേബറിൻ്റെയും ക്യാപിറ്റലിൻ്റെയും ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റിനെയാണ് കാണിക്കുന്നത്. ഇലാസ്റ്റിസിറ്റി ഓഫ് ലേബർ ഈസ് ഈക്വൽ ടു ബീറ്റ, ഇലാസ്റ്റിസിറ്റി ഓഫ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ആൽഫ. അങ്ങനെയാണ് കാണിക്കുന്നത്. ബീറ്റ ലേബറിൻ്റെ ഇലാസ്റ്റിസിറ്റിയെയും ആൽഫ ക്യാപിറ്റലിൻ്റെ ഇലാസ്റ്റിസിറ്റിയെയുമാണ് കാണിക്കുന്നത്. ദെൻ ഫാക്ടർ ഇൻറ്റൻസിറ്റി. ഇറ്റ് മെഷേഴ്സ് ബൈ ദി റേഷ്യോ ബീറ്റ ബൈ ആൽഫ. ബീറ്റ ബൈ ആൽഫയാണ് ഫാക്ടർ ഇൻറ്റൻസിറ്റിയെ സൂചിപ്പിക്കുന്നത്. അതായത് ദി ഹയർ ദിസ് റേഷ്യോ മോർ ലേബർ ഇൻറ്റൻസീവ് ദി ടെക്നിക്. ബീറ്റ ബൈ ആൽഫ ഹയർ ആണ് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ഷൻ ടെക്നിക് എന്ന് പറയുന്നത് ലേബർ ഇൻറ്റൻസീവ് ആണ്. ഇനി അതർവൈസ് ലോവർ ദ റേഷ്യോ മോർ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ദി ടെക്നിക്. ബീറ്റ ബൈ ആൽഫ എന്ന് പറയുന്നത് ലോവർ ആണ് എന്നുണ്ടെങ്കിൽ, ഈ ഒരു റേഷ്യോ ലോവർ ആണ് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ഷൻ ടെക്നിക്സ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണ് എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് ദി സം ഓഫ് ദി ടു എക്സ്പോണൻസ് ഷോസ് ദി റിട്ടേൺ ടു സ്കെയിൽ. എക്സ്പോണൻസിൻ്റെ അതായത് ആൽഫയുടെയും ബീറ്റയുടെയും സമ്മ് എന്ത് മെഷർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു? റിട്ടേൺ ടു സ്കെയിലിനെ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, റിട്ടേൺ ടു സ്കെയിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. വെൻ ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു 1, ദി പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് 1ന് ഈക്വൽ ആണെങ്കിൽ, 1ന് സമാനമാണെങ്കിൽ തന്നിരിക്കുന്ന പ്രൊഡക്ഷൻ ഫംഗ്ഷൻ കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ ആയിരിക്കും. ഇനി തന്നിരിക്കുന്ന ആൽഫ പ്ലസ് ബീറ്റ ഗ്രേറ്റർ ദാൻ 1 ആണ് എന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ ആയിരിക്കും. ആൽഫ പ്ലസ് ബീറ്റ ലെസ് ദാൻ 1 ആണ് എന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ആയിരിക്കും. ഇതാണ് ഫിഫ്ത്ത് അസംഷൻ അല്ലെങ്കിൽ ഫിഫ്ത്ത് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ദെൻ ക്രിറ്റിസിസംസ് ഓഫ് കോപ്പ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. കോപ്പ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നേരിടുന്ന ക്രിറ്റിസിസംസ്, ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദി കോപ്പ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ കൺസിഡേഴ്സ് ഓൺലി 2 ഇൻപുട്സ് ലേബർ ആൻഡ് ക്യാപിറ്റൽ ആൻഡ് നെഗ്ലെക്ട്സ് സം other inputs like raw materials which are used in production. കോപ്പ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ നമ്മൾ 2 ഇൻപുട്സ് ലേബറിനെയും ക്യാപിറ്റലിനെയും മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ മറ്റു ലേബറിനും ക്യാപിറ്റലിനും പുറമെ റോ മെറ്റീരിയൽസ് പോലുള്ള ഒരുപാട് ഇൻപുട്സ് യൂസ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ഇൻപുട്സിനെയെല്ലാം ഈ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നെഗ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് ക്രിറ്റിസിസം. ദെൻ ഇറ്റ് ഈസ് therefore not possible to generalize this function to more than 2 inputs. അതുകൊണ്ട് തന്നെ മോർ ദാൻ 2 ഇൻപുട്സിൻ്റെ കേസിലേക്ക് ഈ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷന് ജനറലൈസ് ചെയ്യാൻ കഴിയില്ല. ഇൻ ദി കോപ്പ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ദി പ്രോബ്ലം ഓഫ് മെഷർമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ അറൈസസ് ബിക്കോസ് ഇറ്റ് ടേക്സ് ഓൺലി ദ ക്വാണ്ടിറ്റി ഓഫ് ക്യാപിറ്റൽ അവൈലബിൾ ഫോർ പ്രൊഡക്ഷൻ. മെഷർമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എന്നുള്ളതിന് ഒരു ലിമിറ്റേഷൻ വരുന്നുണ്ട്. കാരണം ക്വാണ്ടിറ്റി ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് എത്ര ക്യാപിറ്റൽ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ അവൈലബിൾ ആയിട്ടുണ്ട്, എത്ര ക്വാണ്ടിറ്റി ഓഫ് ക്യാപിറ്റൽ അവൈലബിൾ ഉണ്ട് എന്നുള്ളതിനനുസരിച്ചാണ് ക്യാപിറ്റലിൻ്റെ മെഷർമെൻറ്റ് വരുന്നത്. അതൊരു പ്രോബ്ലമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ബട്ട് ദി ഫുൾ യൂസ് ഓഫ് ദി അവൈലബിൾ ക്യാപിറ്റൽ ക്യാൻ ബി മെയ്ഡ് ഓൺലി ഇൻ പീരീഡ്സ് ഓഫ് ഫുൾ എംപ്ലോയ്മെൻറ്റ്. ഫുൾ എംപ്ലോയ്മെൻറ്റിൻ്റെ പീരീഡ്സിലാണ് എത്ര ക്യാപിറ്റൽ അവൈലബിൾ ആയി എന്നുള്ളതിൻ്റെ ഫുൾ യൂസേജ് നമുക്ക് ലഭ്യമാകും. ദിസ് ഈസ് അൺറിയലിസ്റ്റിക് ബിക്കോസ് നോ ഇക്കോണമി ഈസ് ഓൾവേസ് ഫുൾ എംപ്ലോയിഡ്. എല്ലാ ഇക്കോണമിയും എല്ലാ സമയത്തും ഫുൾ എംപ്ലോയ്മെൻ്റ് ആണ് എന്ന് നമുക്ക് പറയാനാവില്ല. ദി കോപ്പ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് ക്രിട്ടിസൈസ്ഡ് ബിക്കോസ് ഇറ്റ് ഷോസ് കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ. കോപ്പ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷന് എന്തിനെയാണ്
ഷോ ചെയ്യുന്നത്. കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിലിനെയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു മാനറിലും ഇത് ക്രിറ്റിസിസം നേരിടുന്നുണ്ട്. ബട്ട് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആർ നോട്ട് ആൻ ആക്ച്വാലിറ്റി ഫോർ എയ്തർ ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ ആർ അപ്ലിക്കബിൾ ടു പ്രൊഡക്ഷൻ. ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ, അതായത് ഇൻപുട്സ് എത്രയാണോ യൂസ് ചെയ്തത് അതിന് സമാനമായിട്ടുള്ള പെർസെൻറ്റേജ് മാത്രമായിരിക്കില്ല ഔട്ട്പുട്ടിൽ വരുന്നത്. അതിൽ കൂടുതലോ കുറവോ ഒക്കെ സംഭവിക്കാം. അതായത് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിലും ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിലും എല്ലാം സംഭവിക്കാം. അതും ഒരു ക്രിറ്റിസിസം ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. It is not possible to change all inputs to bring a proportionate change in the outputs of all the industries. Some inputs are scarce and cannot be increased in the same proportion as abundant inputs. നമ്മൾ പറഞ്ഞ കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ വരുമ്പോൾ എല്ലാ ഇൻപുട്സും എന്തായിരിക്കണം, സെയിം പ്രൊപ്പോർഷനിൽ തന്നെ ഇൻക്രീസ് ചെയ്യിപ്പിക്കണം. പക്ഷേ ചില കൺട്രീസിൻ്റെ കേസിൽ എന്തായിരിക്കാം, അല്ലെങ്കിൽ ചില ഓർഗനൈസേഷൻ്റെ കേസിൽ ചില ഫാക്ടർ ഇൻപുട്സ് സ്കേഴ്സ് ആയിട്ട് മാറാം, ചിലത് എബൻഡൻ്റ് ആയിട്ട് മാറാം. അപ്പോൾ എബൻഡൻ്റ് ആയിട്ടുള്ള ഇൻപുട്സിനെ മോർ ആൻഡ് മോർ ആയിട്ട് യൂസ് ചെയ്തിട്ട് പ്രൊഡക്ഷനിൽ ഇൻക്രീസിങ് നടത്തും. അത്തരം ഒരു സമയത്ത് കോൺസ്റ്റന്റ് ടു സ്കെയിൽ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ അവൈലബിൾ ആവണം എന്നില്ല. ഓൺ ദി അതർ ഹാൻഡ് ഇൻപുട്സ് ലൈക്ക് മെഷീൻസ്, എൻ്റർപ്രണർഷിപ്പ് എക്സെട്ര ആർ ഇൻഡിവിസിബിൾ. അതുപോലെ തന്നെ ചില കേസിൽ ചില ഫാക്ടർ ഇൻപുട്സ് എന്ന് പറയുന്നത് ഇൻഡിവിസിബിൾ ആണ്, ഡിവിസിബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയാത്തതാണ്, ഡിവൈഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ കഴിയാത്തതാണ്. അത്തരം സാഹചര്യത്തിലും കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിലിന് ഒരു ലിമിറ്റ് വരുന്നുണ്ട്. As output increases due to the use of indivisible factors to their maximum capacity per unit cost falls. Thus, when the supply of inputs is scarce and indivisibilities are present, constant return to scale are not possible. അതാണ് നമ്മൾ പറഞ്ഞത്, ഇൻഡിവിസിബിലിറ്റീസിൻ്റെ കേസിൽ കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ പോസിബിൾ ആവണമെന്നില്ല. Whenever the units of different inputs are increased in the production process, economies of scale and specialization lead to increasing returns to scale. ഇക്കോണമീസ് ഓഫ് സ്കെയിലും സ്പെഷ്യലൈസേഷനും ഒക്കെ പല സമയത്തും ഇൻക്രീസ് ഇൻ റിട്ടേൺസ് ടു സ്കെയിലിലേക്ക് ലീഡ് ചെയ്യിപ്പിക്കാറുണ്ട്. ഇൻ പ്രാക്ടീസ്, however, no entrepreneur will like to increase the various units of inputs in order to have a proportionate increase in output. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് CES പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. CS പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. Arrow, Chenery, Minhas and Solow in their new famous paper of 1961 developed the constant elasticity of substitution function. Arrow, Chenery, Minhas, Solow എന്ന് പറഞ്ഞിട്ടുള്ള 4 ഇക്കണോമിസ്റ്റുകളാണ് 1961 അവരുടെ ഒരു ഫേമസ് പേപ്പറിലൂടെ കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി സബ്സ്റ്റിറ്റ്യൂഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്ന CES പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. This function consists of 3 variables Q, C and L and 3 parameters A and 1 minus A. ഇതിൽ 3 വേരിയബിൾസിനെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, Q, C and L. Q എന്ന് പറയുന്നത് ഔട്ട്പുട്ടാണ്, C എന്ന് പറയുന്നത് ക്യാപിറ്റലാണ്, L എന്ന് പറയുന്നത് ലേബറാണ്. അതുപോലെ തന്നെ 3 പാരാമീറ്റേഴ്സും ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. It may be expressed in the form of Q is equal to A of A C raised to minus theta plus 1 minus alpha into L raised to minus theta all raised to minus 1 by theta എന്നുള്ളതാണ്. ഇതാണ് എന്തിൻ്റെ ഫോം, CS പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ ഫോം എന്ന് പറയുന്നത്. Where Q is the total output or output, C is capital and labor, L is labor. A is the efficiency parameter indicating the state of technology and organizational prospects of production. A എന്ന് പറയുന്നത് എഫിഷ്യൻസി പാരാമീറ്റർ ആണ്, ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. A എന്ന് പറയുന്നത് എഫിഷ്യൻസി പാരാമീറ്റർ ആണ്. അത് ടെക്നോളജീസിനെയും ഓർഗനൈസേഷണൽ ആസ്പെക്ട്സിനെയുമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. It shows that with technological and or organizational changes, the efficiency parameters leads to a shift in the production function. Alpha is the distribution parameter or capital intensity factor coefficient. ഈ ഒരു ഓർഗനൈസേഷണൽ ചേഞ്ചസോ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ എഫിഷ്യൻസി പാരാമീറ്റർ എന്തിലേക്ക് ലീഡ് ചെയ്യിപ്പിക്കും, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ ചേഞ്ചിലേക്ക് ലീഡ് ചെയ്യിപ്പിക്കും. ഇനി ആൽഫ എന്ന് പറയുന്നത് എന്താണ്, ഡിസ്ട്രിബ്യൂഷണൽ പാരാമീറ്റർ ആണ്. എ എന്ന് പറയുന്നത് എഫിഷ്യൻസി പാരാമീറ്റർ ആണെങ്കിൽ ആൽഫ എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷണൽ പാരാമീറ്റർ ആണ്.
അല്ലെങ്കിൽ അത് ക്യാപിറ്റൽ ഇൻറ്റൻസിറ്റിനെയാണ് ക്യാപിറ്റൽ ഇൻറ്റൻസിറ്റിയുടെ കോഎഫിഷ്യൻ്റ് ആയിട്ടും നമുക്ക് പറയാനാവും. Concerned with the relative factor shares in the total output and theta is the substitution parameter. Theta എന്ന് പറയുന്നത് substitution parameter ആണ്. It determines the elasticity substitution A greater than 0 A എന്ന് ആൽഫ എന്ന് പറയുന്നത് between 0 and 1 ആണ്. That means greater than -1 ആയിരിക്കും. തീറ്റ എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ പാരാമീറ്റർ ആണ്. അത് ഡിറ്റർമിൻ ചെയ്യുന്നത് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനെയാണ്. എ എന്ന് പറയുന്ന എഫിഷ്യൻസി പാരാമീറ്റർ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ആൽഫ എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂഷണൽ പാരാമീറ്റർ 0ക്കും 1നും ഇടയ്ക്കായിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ തീറ്റ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ -1 ആയിരിക്കും. ദെൻ CS പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ പാരാമീറ്റേഴ്സ് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദി ഫസ്റ്റ് വൺ ഈസ് ദി CS ഫംഗ്ഷൻ ഈസ് ഹോമോജീനിയസ് ഓഫ് ഡിഗ്രി 1. CS ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഹോമോജീനിയസ് ഓഫ് ഡിഗ്രി 1 ആണ്. ഇഫ് വി ഇൻക്രീസ് ദി ഇൻപുട്ട് C and L ഇൻ ദി CS ഫംഗ്ഷൻ ബൈ n fold, ഔട്ട്പുട്ട് Q വിൽ ഓൾസോ ഇൻക്രീസ് ബൈ n fold. നമ്മൾ ക്യാപിറ്റലിനെയും ലേബറിനെയും n fold ആയിട്ട് ഇൻക്രീസ് ചെയ്യിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ടിലും n fold ആയിട്ടുള്ള ഇൻക്രീസ് ഉണ്ടാവും. Thus, like the Cobb-Douglas production function, the CS function displays constant returns to scale. Cobb-Douglas production function പോലെ തന്നെ CS ഫംഗ്ഷനും എന്താണ് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിലിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. In the CS production function, the average and marginal products in the variable C and L are homogeneous of degree 0 like all linearly homogeneous production functions. ഇവിടെ വേരിയബിൾസിൻ്റെ ക്യാപിറ്റൽ ആൻഡ് ലേബർ എന്ന് പറയുന്ന വേരിയബിൾസിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ് 0 ആണ്. മാർജിനൽ പ്രൊഡക്ട്സ് ഇൻ ദ വേരിയബിൾസ് സി ആൻഡ് എൽ ആർ ഹോമോജീനിയസ് ഓഫ് ഡിഗ്രി 0 ആണ്. Third property, from the above property, the slope of an isocone, that is the MRTS of capital for labor, can be shown to be convex to the origin. Then next one, the parameters in the CS production function determines the elasticity of substitution. Parameters, അതായത് തീറ്റ എന്ന് പറയുന്ന പാരാമീറ്റർ എന്തിനെ കാണിക്കുന്നുണ്ട്? ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഡിറ്റർമിൻ ചെയ്യുന്നതിനാണ് പാരാമീറ്റർ ആയിട്ടുള്ള തീറ്റനെ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഡിറ്റർമിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനുള്ള ഇക്വേഷനാണ് 1/1 plus theta എന്ന് പറയുന്നത്. 1/1 plus theta is equal to elasticity of substitution. This reveals that when elasticity of substitution is equal to 1, the CS production function becomes the Cobb-Douglas production function. If theta is equal to 0, elasticity of substitution is equal to 1. ഈ തീറ്റ 0 ആണെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്തായിരിക്കും? 1 ആയിരിക്കും. അതെന്തിനെ റിവീൽ ചെയ്യുന്നു? കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിലിനെ റിവീൽ ചെയ്യുന്നു. യൂണിറ്ററി ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. മാത്രമല്ല കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ ആയിരിക്കും. ഇത് കോബ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷന് സമാനമായിരിക്കും. ഇഫ് തീറ്റ ഈസ് ഈക്വൽ ടു 1, സിഗ്മ അല്ലെങ്കിൽ elasticity of substitution is less than 1, that means decreasing return to scale. തീറ്റ എന്ന് പറയുന്നത് 1 ആണെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്തായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കും. അത് ഡിക്രീസിങ് റിട്ടേൺ ടു സ്കെയിലിനെയാണ് കാണിക്കുന്നത്. മെറിറ്റ്സ് ഓഫ് CES പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. CES പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ മെറിറ്റ്സ് ജസ്റ്റ് പറഞ്ഞു പോകുന്നു. CS ഫംഗ്ഷൻ ഈസ് മോർ ജനറൽ ആണ്. CS ഫംഗ്ഷൻ കവേഴ്സ് ഓൾ ടൈപ്സ് ഓഫ് റിട്ടേൺസ്. CS ഫംഗ്ഷൻ എന്താ ചെയ്യുന്നുണ്ട്? എല്ലാ റിട്ടേൺസിനെയും കവർ ചെയ്യുന്നുണ്ട്. പക്ഷേ കോബ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ കോൺസ്റ്റന്റ് റിട്ടേൺസ് സ്കെയിലിനെ മാത്രമേ കവർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. CES ഫംഗ്ഷൻ ടേക്സ് അക്കൗണ്ട് ഓഫ് എ നമ്പർ ഓഫ് പാരാമീറ്റേഴ്സിനെ ഇവിടെ ടേക്ക് ചെയ്യുന്നുണ്ട്. ആൽഫ ബീറ്റ എന്നുള്ളതിനപ്പുറത്തേക്ക് 3 പാരാമീറ്റേഴ്സിനെ ഇവിടെ ടേക്ക് ചെയ്യുന്നുണ്ട്. CES ഫംഗ്ഷൻ ടേക്സ് അക്കൗണ്ട് ഓഫ് റോ മെറ്റീരിയൽസ് എമംഗ് ഇസ് ഇൻപുട്സിലേക്ക് റോ മെറ്റീരിയൽസിനെയും കൂടെ ടേക്ക് ചെയ്തിട്ടുണ്ട്. CS ഫംഗ്ഷൻ ഈസ് വെരി ഈസി ടു എസ്റ്റിമേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വെരി ഈസിയാണ്. CS ഫംഗ്ഷൻ ഈസ് ഫ്രീ ഫ്രം അൺറിയലിസ്റ്റിക് അസംഷൻസിൽ നിന്നും ഇത് ഫ്രീ ആയിട്ടുള്ള ഒന്നാണ്. നെക്സ്റ്റ് വൺ, CS ഫംഗ്ഷനും
കോബ്-ഡഗ്ലസ് ഫംഗ്ഷനും തമ്മിലുള്ള സിമിലാരിറ്റീസും ഡിഫറൻസസും നമുക്കൊന്ന് നോക്കാം. The CD function is based on the observation that the wage rate is a constant proportion of output per head. On the other hand, the CS function is based on the observation that output per head is a changing proportion of wage rate. കോബ്-ഡഗ്ലസ് ഫംഗ്ഷന്റെ കാര്യത്തിൽ വേജ് റേറ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഔട്ട്പുട്ടിലേക്കുള്ള വേജ് റേറ്റ്, അതായത് ലേബേഴ്സിന് കോൺസ്റ്റന്റ് വേജ് റേറ്റ് ആണ് എന്നുള്ളതാണ് കോബ്-ഡഗ്ലസ് ഫംഗ്ഷൻ അസ്യൂം ചെയ്യുന്നത്. അതേസമയം CES ഫംഗ്ഷന്റെ കേസിൽ വാരിയസ് പ്രൊപ്പോർഷനിലാണ്. ഔട്ട്പുട്ടിലേക്കുള്ള ലേബറിന്റെ വേജ് റേറ്റ് എന്ന് പറയുന്നതിന്റെ പ്രൊപ്പോർഷൻ ചേഞ്ചിങ് ആണ്. ദെൻ CS ഫംഗ്ഷൻ is based on large parameters than the CD production function. Such allows factors to be either substitutes or complements. The CD function is, on the other hand, based on the assumption of substitutability of factors and neglects the complementarity of factors. Thus, the CS function has wider scope and applicability. അതായത് CS പ്രൊഡക്ഷൻ ഫംഗ്ഷന് ലാർജ് പാരാമീറ്റേഴ്സിനെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് സബ്സ്റ്റിറ്റ്യൂട്ട്സും കോംപ്ലിമെന്റാരിറ്റിയും ഒക്കെ ഈ ഒരു CS ഫംഗ്ഷന്റെ കേസിൽ അപ്ലിക്കബിൾ ആണ്. പക്ഷെ അതേസമയം CD ഫംഗ്ഷന്റെ കേസിൽ സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റിയും കോംപ്ലിമെന്റാരിറ്റിയും അപ്ലിക്കബിൾ അല്ല. അതുകൊണ്ട് തന്നെ CS ഫംഗ്ഷൻ എന്ന് പറയുന്നത് വൈഡ് സ്കോപ്പും അപ്ലിക്കബിലിറ്റിയും ഉള്ളൊരു ഫംഗ്ഷനാണ്. Then the CS production function can be extended to more than 2 inputs, unlike the CD function which is applicable to only 2 inputs. CS പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മോർ ദാൻ 2 ഇൻപുട്സിന്റെ കാര്യത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയും. പക്ഷെ CD ഫംഗ്ഷൻ അപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഓൺലി 2 ഇൻപുട്സിന്റെ കേസിൽ മാത്രമാണ്. നെക്സ്റ്റ്, in the CS function the elasticity of substitution is constant but not necessarily equal to unity. It ranges from 0 to infinity, but the CD function is related to elasticity equal to unity. Thus the CD function is special case of the CS function. അതായത് CS ഫംഗ്ഷൻ എന്ന് പറയുന്നത് CS ഫംഗ്ഷന്റെ റേഞ്ചസ് ഫ്രം 0 ടു ഇൻഫിനിറ്റി ആണ്. അതിൽ കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ മാത്രമല്ല, ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആവാം, ഡിക്രീസിങ്ങോ ഇൻക്രീസിങ്ങോ എല്ലാം ആവാം. പക്ഷെ CS ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ മാത്രമാണ് മെഷർ ചെയ്യുന്നത്. ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഈക്വൽ ടു യൂണിറ്റി ആണ് CD ഫംഗ്ഷന്റെ കാര്യത്തിൽ വരുന്നത്. Then the CS function covers constant increasing and decreasing return to scale, while the CD function relates only constant return to scale. CD function constant return to scale മാത്രമാണ് കവർ ചെയ്യുന്നത്. CS ഫംഗ്ഷന് ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിലിനെയും കവർ ചെയ്യുന്നുണ്ട്. ഇനി റിട്ടേൺസ് ടു എ ഫാക്ടർ, നമ്മൾ റിട്ടേൺസ് ടു സ്കെയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു കാര്യമാണ് റിട്ടേൺസ് ടു എ ഫാക്ടർ എന്ന് പറയുന്നത്. റിട്ടേൺസ് ടു സ്കെയിലും റിട്ടേൺസ് ടു എ ഫാക്ടറും സെയിം അല്ല എന്നുള്ളത് ഓർക്കുക. അപ്പം എന്താണ് റിട്ടേൺസ് ടു എ ഫാക്ടർ എന്ന് നോക്കാം. Returns to a factor refers to the behavior of output in response to changing application of one factor of production while other factors remaining constant. മറ്റു ഫാക്ടേഴ്സിനെ കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്തിയാൽ ഒരു ഫാക്ടറിൽ വരുന്ന ചേഞ്ച് എങ്ങനെയാണ് ഔട്ട്പുട്ടിൽ ബിഹേവിയർ ഉണ്ടാക്കുന്നത്, ഔട്ട്പുട്ടിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് റിട്ടേൺസ് ടു എ ഫാക്ടർ അളക്കുന്നത്. റിട്ടേൺസ് ടു എ ഫാക്ടർ ആണ്, ഒരു ഫാക്ടറിൽ നിന്നുള്ള റിട്ടേൺ എങ്ങനെയാണെന്നുള്ളതാണ്. റിട്ടേൺസ് ടു സ്കെയിൽ എന്തായിരുന്നു, എല്ലാ ഇൻപുട്ടിലും ചേഞ്ച് വരുത്തിയാൽ ഔട്ട്പുട്ടിൽ എങ്ങനെയായിരിക്കും ചേഞ്ച് വരുന്നത് എന്നുള്ളതായിരുന്നു റിട്ടേൺസ് ടു എ സ്കെയിൽ മെഷർ ചെയ്തിരുന്നത്. എന്നാൽ റിട്ടേൺസ് ടു എ ഫാക്ടർ എന്താണ് മെഷർ ചെയ്യുന്നത്, നമ്മുടെ ഒരു ഫാക്ടർ ഓഫ് ഇൻപുട്ടിൽ, ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷനിൽ മാത്രം ചേഞ്ച് വരുത്തിയാൽ മറ്റു ഫാക്ടേഴ്സിനെ എല്ലാം കോൺസ്റ്റന്റ് ആക്കി നിലനിർത്തിയാൽ ഔട്ട്പുട്ടിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് റിട്ടേൺസ് ടു എ ഫാക്ടർ മെഷർ ചെയ്യുന്നത്. As in the case of returns to scale, there are 3 different aspects of returns to a factor. നമ്മൾ returns to scale പറഞ്ഞ പോലെ തന്നെ returns to a factorന്റെ കേസിലും 3 different aspects ഉണ്ട്. എന്തൊക്കെയാണ്? That is increasing returns, constant returns and diminishing returns. Just like returns to scale. The returns to a factor can be explained using isocon techniques. Isocon techniques യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു returns to a factor നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്.
It is assumed that capital is a fixed input and labor is a variable input. ഇത് returns to a factor നമ്മൾ ഗ്രാഫിക്കലി മെഷർ ചെയ്യുമ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്? ലേബർ എന്ന് പറയുന്നത് വേരിയബിൾ ഇൻപുട്ടും ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ഇൻപുട്ടും, അതായത് ക്യാപിറ്റലിനെ നമുക്ക് ഷോർട്ട് റണ്ണിൽ ചേഞ്ച് വരുത്താൻ കഴിയില്ല. വേരിയബിൾ ഇൻപുട്ട് ആയിട്ടുള്ള ലേബറിനെ മാത്രമേ നമ്മൾ ഷോർട്ട് റണ്ണിൽ ചേഞ്ച് വരുത്തുകയുള്ളൂ. We see here that the distance between successive isochrone curves is decreasing. That is, less labor is needed for every additional 100 units of output. അതായത് ഇവിടെ നമ്മൾ സക്സസീവ് ഐസോകോൺ കേഴ്സിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിക്രീസിങ് ആണ്. അതിന് കാരണം അല്ലെങ്കിൽ അതിനർത്ഥം എന്ന് പറയുന്നത് എന്താണ്? ലെസ് ആൻഡ് ലെസ് ലേബർ എന്തിന് ആവശ്യമുള്ളൂ? ഓരോ അഡീഷണൽ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് നമുക്ക് ലഭ്യമാകണമെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ മാത്രമേ ലേബേഴ്സിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കേണ്ടതുള്ളൂ. ദിസ് മീൻസ് ആൻ ഇൻക്രീസിംഗ് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ. അതിനർത്ഥം എന്താണ്? മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ എന്ന് പറയുന്നത് ഇൻക്രീസ് ആണ്. ഓരോ ലേബറിന്റെയും പ്രൊഡക്ടിവിറ്റി, മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇൻക്രീസിംഗ് ആണ് എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു പിക്ക് കാണിക്കുന്നത് എന്താണ്? ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു എ ഫാക്ടർ. ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു എ ഫാക്ടറിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇവിടെ നമുക്കറിയാം ദി ഡിസ്റ്റൻസ് EF ഈസ് ഗ്രേറ്റർ ദാൻ FG ആൻഡ് FG ഈസ് ഗ്രേറ്റർ ദാൻ GH. ഇവിടെ ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു എ ഫാക്ടർ എന്ന് പറയുമ്പോൾ R എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ എന്താണ്? ക്യാപിറ്റലിനെ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി നിലനിർത്തിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാണ്? വേരിയബിൾ ഫാക്ടർ ആയിട്ടുള്ള ലേബറിനെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യിപ്പിക്കുന്നത്. ആദ്യം എന്ന് പറയുന്നത്, ദെൻ അതിന് ഡബിൾ ആയപ്പോൾ 100 ഔട്ട്പുട്ടിൽ നിന്നും 200 ഔട്ട്പുട്ട് നമുക്ക് കിട്ടി. വീണ്ടും നമ്മൾ ഡബിൾ ചെയ്യിപ്പിക്കുമ്പോൾ 300 ഇവിടെയാണ് വരുന്നത്. പക്ഷെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഡബിൾ ചെയ്യിപ്പിക്കാത്തതിന്റെ മുന്നേ തന്നെ 300 ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടി. അതായത് ഇൻപുട്ടിൽ നമ്മൾ ഡബിൾ ചെയ്യിപ്പിച്ചു, പക്ഷെ ഔട്ട്പുട്ട് എന്ത് ചെയ്യില്ല? ഇൻപുട്ട് നമ്മൾ ഡബിൾ ചെയ്യിപ്പിച്ചില്ല, പക്ഷെ ഔട്ട്പുട്ട് ഡബിൾ ചെയ്തു. അതാണ് ഇവിടെ കാണിക്കുന്നത്. ലേബറിനെ നമ്മൾ ഡബിൾ ആയിട്ടല്ല യൂസ് ചെയ്തത്, ഡബിളിനേക്കാളും കുറവായിട്ടാണ് യൂസ് ചെയ്തത്. പക്ഷെ ഇവിടെ ഔട്ട്പുട്ടിൽ എന്ത് സംഭവിച്ചു? ഡബിളിംഗ് ആണ് സംഭവിച്ചത്. അതായത് ഈ ഐസോകോൺസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, സ്പേസ് എന്ന് പറയുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് EF ഗ്രേറ്റർ ദാൻ FG ഗ്രേറ്റർ ദാൻ GH എന്നുള്ളതായിട്ട് മാറും. ഇതാണ് വലുത്, ഇത് കുറച്ച് ചെറുതാണ്, ഇത് ഇതിനേക്കാളും ചെറുതാണ്. അങ്ങനെ അതായത് ഐസോകോൺസ് അടുത്തടുത്ത് വരികയാണ്. അതിനർത്ഥം എന്താണ്? ലേബേഴ്സ് കൂടുതൽ യൂസ് ചെയ്യുന്നതോറും അതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് ലഭ്യമാവുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു എ ഫാക്ടർ. ഒരു ഫാക്ടറിന്റെ ഡിമിനിഷിംഗ് റിട്ടേൺസ് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു എ ഫാക്ടർ ഇസ് എ സിറ്റുവേഷൻ വെൻ ഇൻക്രീസിംഗ് അപ്ലിക്കേഷൻ ഓഫ് ദി വേരിയബിൾ ഫാക്ടർ ഇൻക്രീസസ് ടോട്ടൽ ഔട്ട്പുട്ട് ഓൺലി അറ്റ് ദ ഡിമിനിഷിംഗ് റേറ്റ്. ഡിമിനിഷിംഗ് റേറ്റിൽ എന്ത് ചെയ്യുള്ളൂ? ടോട്ടൽ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുള്ളൂ. ഫിഗർ ഇല്ലുസ്ട്രേറ്റ് ദി സിറ്റുവേഷൻ ഓഫ് ഡിമിനിഷിംഗ് റേറ്റ്. ഡിമിനിഷിംഗ് റേറ്റിന്റെ ഒരു സിറ്റുവേഷൻ ആണ് ഈ ഒരു ഫിഗർ നമുക്ക് മുന്നിൽ കാണിക്കുന്നത്. നമുക്കറിയാം EF എന്ന് പറയുന്ന ഒരു ഇൻപുട്സിനെ ക്യാപിറ്റൽ ഇവിടെ R എന്ന് പറയുന്ന ലൈനിൽ കോൺസ്റ്റന്റ് ആക്കി നിലനിർത്തുന്നു. EF എന്ന് പറയുന്ന ഒരു ലേബറിനെ യൂസ് ചെയ്ത സമയത്ത് നമുക്ക് 200 യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് കിട്ടി. EF യൂണിറ്റ്സ് എക്സ്ട്രാ യൂസ് ചെയ്ത സമയത്ത് 200 ഔട്ട്പുട്ട് കിട്ടി. ഇനി FG എന്ന് പറയുന്ന EF-നേക്കാളും കൂടുതലായിട്ടുള്ള ഒരു എമൗണ്ട് ഓഫ് ലേബറിനെയാണ് നമ്മളിവിടെ, FG എന്ന് പറയുന്ന ലേബറിനെയാണ് നമ്മളിവിടെ എംപ്ലോയ് ചെയ്യിപ്പിച്ചത്. അപ്പോൾ നമുക്ക് 300 ഡബിൾ എന്താണ് 100 യൂണിറ്റ്സ് എക്സ്ട്രാ കിട്ടിയിട്ടുള്ളൂ. നമ്മൾ ലേബറിൽ ഡബിൾ അല്ല ചെയ്തത്. ഇപ്പൊ ഇവിടെ 10 യൂണിറ്റ്സ് ആണെങ്കിൽ ഇവിടെ നമ്മൾ 30 യൂണിറ്റ്സ് ലേബർ യൂസ് ചെയ്ത സമയത്ത് നമുക്ക് 100 യൂണിറ്റ്സും കൂടെ എക്സ്ട്രാ കിട്ടിയിട്ടുള്ളൂ. ഇവിടെ 10 യൂണിറ്റ്സ് യൂസ് ചെയ്തു, അപ്പോൾ 10 യൂണിറ്റ്സ് എക്സ്ട്രാ വെച്ച സമയത്ത് 100 യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് എക്സ്ട്രാ കിട്ടി. ഇവിടെ 20 യൂണിറ്റ്സ് ഓഫ് ഇൻപുട്സിന് എക്സ്ട്രാ വെച്ച സമയത്ത് മാത്രമേ 100 യൂണിറ്റ്സ് കിട്ടിയിട്ടുള്ളൂ. ഇവിടെയാണെങ്കിലോ 30 യൂണിറ്റ്സ് എക്സ്ട്രാ വെച്ച സമയത്ത് 100 യൂണിറ്റ്സ് ഔട്ട്പുട്ട് കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ ലേബേഴ്സിനെ നമ്മൾ കൂടുതൽ വെക്കുന്നതോറും ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നില്ല, അതിനനുസരിച്ച് കൂടി വരുന്നില്ല. അതാണ് ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു എ ഫാക്ടറെ കാണിക്കുന്നത്. When capital is taken constant at OR and production is expanded by adding more labor, the distance between successive isochrones become increasingly greater. That is, even more and more labor is needed for every additional 100 units of
ഔട്ട്പുട്ട്. നമ്മൾ ക്യാപിറ്റലിനെ ഇവിടെ കോൺസ്റ്റന്റ് ആക്കി നിലനിർത്തി, ലേബറിനെ നമ്മൾ ഇൻക്രീസ് ചെയ്യിപ്പിച്ചേ കൊണ്ടിരിക്കുകയാണ്. 100 യൂണിറ്റ്സ് ഓഫ് ലേബർ എക്സ്ട്രാ കിട്ടണമെന്നുണ്ടെങ്കിൽ പകുതിയിൽ കൂടുതൽ ലേബേഴ്സിനെ നമുക്ക് അവിടെ എംപ്ലോയ് ചെയ്യിപ്പിക്കേണ്ടതായിട്ട് വരുന്നു. ദിസ് ഷോസ് എ ഡിമിനിഷിംഗ് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ. ഇതിന് കാരണം എന്താണ്? ഡിമിനിഷിംഗ് പ്രൊഡക്റ്റ് ഓഫ് ലേബർ തന്നെയാണ്. ലേബറിന്റെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്, മാർജിനൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ഡിമിനിഷിംഗ് ആണ്. ദി ഡിസ്റ്റൻസ് EF ഈസ് ലെസ് ദാൻ FG ആൻഡ് FG ഈസ് ലെസ് ദാൻ GH. ഇവിടെ EF ചെറുതാണ്, EFനെക്കാളും കൂടുതലാണ്. ഈ GH എന്ന് പറയുന്നത് FGനെക്കാളും കൂടുതലാണ്. കാരണം കൂടുതൽ ലേബേഴ്സിനെയാണ് 100 യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് എക്സ്ട്രാ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു എ ഫാക്ടർ. Constant returns to a factor എന്ന് പറയുമ്പോൾ a constant returns to a factor occurs when increasing application of the variable factor increases total output only at a constant rate. നമ്മൾ കോൺസ്റ്റന്റ് റേറ്റിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഔട്ട്പുട്ടും ഇൻക്രീസ് ചെയ്യുന്നുള്ളൂ. Figure see that when capital is taken constant at OR and production is increased by adding more labor, the distance between isocons remains constant so that same amount of labor is needed for every additional units of output. അതായത് നമ്മൾ എന്ന് പറയുന്ന ഈ ഒരു RP എന്ന് പറയുന്ന സ്റ്റേജിലാണ് ക്യാപിറ്റലിനെ കോൺസ്റ്റന്റ് ആക്കി നിലനിർത്തുന്നത്. ലേബർ നമ്മൾ എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. എന്നിട്ടാണ് ഔട്ട്പുട്ടിനെ എക്സ്പാൻഡ് ചെയ്യിപ്പിക്കുന്നത്. ആ സമയത്ത് നമ്മൾക്ക് ലേബർ എത്രയാണോ ഇൻക്രീസ് ചെയ്യിപ്പിച്ചത് അത്ര തന്നെ എപ്പോഴും ഇൻക്രീസ് ചെയ്യിപ്പിച്ചാൽ എന്ത് കിട്ടും? സെയിം ഔട്ട്പുട്ട് തന്നെ എക്സ്ട്രാ കിട്ടും. നമ്മൾ 10 യൂണിറ്റ്സ് ലേബർ എക്സ്ട്രാ യൂസ് ചെയ്തു, ആ സമയത്ത് 100 യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് എക്സ്ട്രാ കിട്ടി. വീണ്ടും 10 യൂണിറ്റ്സ് ഓഫ് ലേബർ എക്സ്ട്രാ എംപ്ലോയ് ചെയ്യിപ്പിച്ചു, 100 യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് എക്സ്ട്രാ കിട്ടി. വീണ്ടും 10 യൂണിറ്റ്സ് ഓഫ് ലേബർ എംപ്ലോയ് ചെയ്യിപ്പിച്ചു, 100 യൂണിറ്റ്സ് ഓഫ് എക്സ്ട്രാ ഔട്ട്പുട്ട് കിട്ടി. അതായത് എത്ര യൂണിറ്റ്സ് ഓഫ് ലേബറിനെയാണോ, എത്ര യൂണിറ്റ്സ് ഓഫ് ഇൻപുട്ടാണോ നമ്മൾ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നത് അത്ര തന്നെ ഔട്ട്പുട്ടും നമുക്ക് ലഭ്യമാവും. അതേ സെയിം റേറ്റിൽ തന്നെ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടും ലഭ്യമാവുന്നത്. അപ്പം ഔട്ട്പുട്ടിൻ്റെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ലേബർ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഐസോകോൺസ് തമ്മിലുള്ള ഡിസ്റ്റൻസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈ EF ഈസ് ഈക്വൽ ടു FT ഈസ് ഈക്വൽ ടു GH ആയിരിക്കും. EFന്റെ ഡിസ്റ്റൻസും FTയുടെ ഡിസ്റ്റൻസും GHന്റെ ഡിസ്റ്റൻസും എല്ലാം സെയിം ആയിരിക്കും. ഇതാണ് ഒരു കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു എ ഫാക്ടർ കാണിക്കുന്നത്. ഡിഫറൻസസ് ബിറ്റ്വീൻ റിട്ടേൺസ് ടു സ്കെയിൽ ആൻഡ് റിട്ടേൺസ് ടു എ ഫാക്ടർ. ഒരു റിട്ടേൺസ് ടു സ്കെയിലും റിട്ടേൺസ് ടു എ ഫാക്ടറും തമ്മിലുള്ള ഡിഫറൻസസ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. With the help of an isocon diagram, we can draw the difference between returns to scale and returns to factor. Returns to scale implies that output is increased as all the inputs are increased in the same proportion. Returns to scale എന്തായിരുന്നു മെഷർ ചെയ്തിരുന്നത്? ഇൻപുട്സിനെ സെയിം പ്രപ്പോർഷനിൽ ഇൻക്രീസ് ചെയ്യിപ്പിച്ചാൽ, എല്ലാ ഇൻപുട്സിനെയും സെയിം പ്രപ്പോർഷനിൽ ഇൻക്രീസ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഔട്ട്പുട്ടിൽ എന്ത് ചേഞ്ച് ഉണ്ടാവും, ഔട്ട്പുട്ടിൽ എന്ത് മാറ്റമുണ്ടാവും എന്നുള്ളതായിരുന്നു റിട്ടേൺസ് ടു സ്കെയിൽ മെഷർ ചെയ്തിരുന്നത്. ഹൗവർ ഷോസ് ഡിഫറൻസസ് ബിറ്റ്വീൻ റിട്ടേൺസ് ടു സ്കെയിൽ ആൻഡ് റിട്ടേൺസ് ടു എ ഫാക്ടർ. ഫിഗർ എന്താണ് ചെയ്യുന്നത്? റിട്ടേൺസ് ടു സ്കെയിലിനെയും റിട്ടേൺസ് ടു എ ഫാക്ടറിനെയുമാണ് കാണിക്കുന്നത്. റിട്ടേൺസ് ടു സ്കെയിൽ എല്ലാ ഇൻപുട്സിനെയും സെയിം പ്രപ്പോർഷനിൽ ഇൻക്രീസ് ചെയ്യിപ്പിച്ചാൽ ഔട്ട്പുട്ടിൽ എന്ത് മാറ്റം ഉണ്ടാവുമെന്ന് മെഷർ ചെയ്യുകയാണെങ്കിൽ, റിട്ടേൺസ് ടു എ ഫാക്ടർ എന്താണ് മെഷർ ചെയ്യിക്കുന്നത്? ഒരു ഔട്ട്പുട്ടിനെ, ഒരു ഇൻപുട്ടിനെ കോൺസ്റ്റന്റ് ആക്കി നിലനിർത്തിയാൽ ഔട്ട്പുട്ടിൽ എന്ത് മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ് റിട്ടേൺസ് ടു എ ഫാക്ടർ മെഷർ ചെയ്യുന്നത്. ഈ ഒരു പിക്ക് എന്താണ് കാണിക്കുന്നത്? റിട്ടേൺസ് ടു സ്കെയിലും റിട്ടേൺസ് ടു എ ഫാക്ടറുമാണ് ഈ ഒരു ഗ്രാഫ് കാണിക്കുന്നത്. ഇൻ ഫിഗർ on OX axis labor is measured and OY axis capital. X axis ലേബറിനെയും Y axis ക്യാപിറ്റലിനെയുമാണ് മെഷർ ചെയ്യുന്നത്. We draw straight line OA, OB and OC through the origin. അല്ലേ? OA എന്ന് പറയുന്ന സ്ട്രൈറ്റ് ലൈനും OB എന്ന് പറയുന്ന സ്ട്രൈറ്റ് ലൈനും OC എന്ന് പറയുന്ന സ്ട്രേറ്റ് ലൈനും ഒറിജിനിൽ നിന്നും വരച്ചിട്ടുണ്ട്. These lines or rays show that both labor and capital are increased to expand output. ഈ റേസ് എന്താണ് കാണിക്കുന്നത്? ലേബറിനെയും ക്യാപിറ്റലിനെയും ഒരുപോലെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ റേ OA, OB, OC എന്ന് പറയുന്ന ഈ റേസ് കാണിക്കുന്നത്.
അതായത് ലേബറും ക്യാപിറ്റലും നമ്മൾ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. രണ്ട് ഫാക്ടേഴ്സും ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് OAയും OBയും OCയും കാണിക്കുന്നത്. Moreover, since the lines OA, OB and OC are straight lines passing through the origin, the ratio between labor and capital remains same along each one of these lines. അതായത് ഇത് ഒറിജിനിലൂടെയുള്ള സ്ട്രൈറ്റ് ലൈൻ ആണ് അല്ലെ, OAയും OBയും OCയും. അതിനർത്ഥം എന്താണ്? ഈ സ്ട്രൈറ്റ് ലൈൻ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? നമ്മൾ സെയിം പ്രൊപ്പോർഷനിലാണ് ലേബറിനെയും ക്യാപിറ്റലിനെയും ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളതാണ് സ്ട്രെയിറ്റ് ലൈൻ, ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈനുകൾ OA, OB, OC എന്ന് പറയുന്ന ഈ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ള റേസ് കാണിക്കുന്നത്. Moving along a ray like OA means to increase production or scale always with the same ratio of inputs. Same OA എന്ന് പറയുന്ന ഈ ഒരു റേയിൽ എല്ലാ ഇൻപുട്സിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഇവിടെ ഈ പോയിന്റിലും ഈ പോയിന്റിലും ഈ പോയിന്റിലും ഈ പോയിന്റിലും ഈ ഓയുടെ ഏത് പോയിന്റിലും ഈ ഇൻപുട്സുകൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതുപോലെ തന്നെ ആയിരിക്കും OB എന്ന് പറയുന്ന ലൈനിലും. OBയുടെ ഈ ലൈനിലും ഈ പോയിന്റിലും എല്ലാം എന്തായിരിക്കും? ഇൻപുട്സ് റേഷ്യോസ് സെയിം ആയിരിക്കും. അതുപോലെ തന്നെ OCയുടെ കാര്യത്തിലും. ഫോർ ഇൻസ്റ്റൻസ്, ദ ഐസോകോൺസ് ഇൻ ഫിഗർ ഷോസ് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ. ഐസോകോൺസ് എന്താണ് കാണിക്കുന്നത്? കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ്. ഇവിടെ ഐസോകോൺസ് റെപ്രസെന്റ് ചെയ്യുന്നത് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ്. കാരണം സെയിം പ്രൊപ്പോർഷനിലാണ് ഇത് ഇൻക്രീസ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. The isocones for 100, 200, 300 and 400 units of output intersect the straight lines OA, OB and OC at equal distance. അപ്പോൾ ഈ ഐസോകോൺസും 100, 200, 300, 400 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഐസോകോൺസ് സെയിം ഡിസ്റ്റൻസിലാണ് ഈ റേസിനെ ടാൻജന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്റർസെക്റ്റ് ചെയ്യുന്നത്. അതായത് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ് എന്നുള്ളതാണ്. Thus, it requires twice as much of both capital and labor to produce 200 units instead of 100 units. 50% furthermore to produce 300 instead of 200 and so on. അല്ലേ? ഇത് അതിനർത്ഥം it requires twice as much of both capital and labor. ക്യാപിറ്റലിനെയും ലേബറിനെയും എന്ത് ചെയ്യണം? ടോയ്സ് ചെയ്യിപ്പിച്ചാലാണ് 200 യൂണിറ്റ്സ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം 100 യൂണിറ്റ്സിന് ക്യാപിറ്റലും ലേബറും യൂസ് ചെയ്തിട്ട് 100 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു. പിന്നീട് 200 കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 200 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ആണ് അല്ലേ, 100ന്റെ ഡബിൾ ആണ് 200 എന്ന് പറയുന്നത്. അതുകൊണ്ട് ലേബറിനെയും ക്യാപിറ്റലിനെയും എന്ത് ചെയ്യിപ്പിക്കേണ്ടി വരും? ഡബിൾ ചെയ്യിപ്പിക്കേണ്ടി വരും. 50% ഫർദർ മോർ ടു പ്രൊഡ്യൂസ്, പിന്നെ 50% മോർ പ്രൊഡ്യൂസ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ 50% ഇൻക്രീസ് ചെയ്ത് കൊടുക്കണം, ക്യാപിറ്റലിലും ലേബറിലും കൊടുക്കണം. ഇങ്ങനെയാണ് എന്ത് ചെയ്യാം? ഇൻക്രീസ് ചെയ്യിപ്പിക്കുക. In other words, the race shows a return to scale, which implies that to increase output, both the inputs should be increased in the same proportion. ഈ റേസ് എന്താണ് കാണിക്കുന്നത്? ഇൻപുട്സ് ഏത് പ്രൊപ്പോർഷനിലാണോ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നത് അതേ പ്രൊപ്പോർഷനിൽ തന്നെ ഔട്ട്പുട്ടും ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ്. റിട്ടേൺസ് ടു എ ഫാക്ടർ ഓർ ചേഞ്ച് ഇൻ പ്രൊപ്പോർഷൻ റെഫേഴ്സ് വൺ ഇൻപുട്ട് ഈസ് ഹെൽഡ് കോൺസ്റ്റന്റ് വൈൽ പ്രൊഡക്ഷൻ ഈസ് എക്സ്പാൻഡഡ് ബൈ ഇൻക്രീസിംഗ് ദി ക്വാണ്ടിറ്റി ഓഫ് ദി അതർ ഇൻപുട്ട്. റിട്ടേൺസ് ടു എ ഫാക്ടർ അല്ലെങ്കിൽ റിട്ടേൺസ് ടു എ ചേഞ്ച് എങ്ങനെയാണ്? RP എന്ന് പറയുന്ന ക്യാപിറ്റലിനെ നമ്മളിവിടെ കോൺസ്റ്റന്റ് ആക്കി നിലനിർത്തിയാൽ ഔട്ട്പുട്ടിൽ എന്ത് സംഭവിക്കും? ക്യാപിറ്റലിനെ കോൺസ്റ്റന്റ് ആക്കി നിലനിർത്തി ലേബറിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തി. ആ സമയത്ത് ഔട്ട്പുട്ടിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് റിട്ടേൺസ് ടു എ ഫാക്ടർ മെഷർ ചെയ്യുന്നത്. പക്ഷേ റിട്ടേൺസ് ടു സ്കെയിൽ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ഈ ഒരു റേസിലൂടെയാണ്. കാരണം എല്ലാ ഫാക്ടേഴ്സിനെയും എല്ലാ ഇൻപുട്സിനെയും അവിടെ വേരി ചെയ്യാണ് ചെയ്യുന്നത്. ഒരു ഫാക്ടറിനെയും റിട്ടേൺസ് ടു സ്കെയിൽ മെഷർ ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്തുന്നില്ല. പക്ഷെ റിട്ടേൺസ് ടു എ ഫാക്ടർ മെഷർ ചെയ്യുന്ന സമയത്ത് ഒരു ഇൻപുട്ടിനെ, ക്യാപിറ്റൽ എന്ന് പറയുന്ന ഇൻപുട്ടിനെ ഇവിടെ കോൺസ്റ്റന്റ് ആക്കി നിലനിർത്തുന്നുണ്ട്. The horizontal straight line RP is drawn on the assumption that capital is kept constant at OR and production expanded by adding more labor. അല്ലെ, ORനെ ഈ ഒരു OR എന്ന് പറയുന്ന അളവിൽ ക്യാപിറ്റലിനെ കോൺസ്റ്റന്റ് ആക്കി നിലനിർത്തുകയും ലേബറിനെ നമ്മൾ അഡീഷണലി ആയിട്ട് എംപ്ലോയ് ചെയ്യിപ്പിക്കുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മളിവിടെ ഔട്ട്പുട്ട് എക്സ്പാൻഡ് ചെയ്യുന്നത്. The vertical straight line LM is drawn on the assumption that labor is held constant at OL and output is expanded by adding more capital. ഈ LM എന്താണ് കാണിക്കുന്നത്? ഈ ഒരു OL എന്ന് പറയുന്ന അളവിൽ ലേബറിനെ കോൺസ്റ്റന്റ് ആക്കി നിലനിർത്തുകയും ക്യാപിറ്റലിനെ അഡീഷണൽ ആയിട്ട് എംപ്ലോയ് ചെയ്യിപ്പിക്കുകയും ചെയ്യുമ്പോൾ എന്തുണ്ടാവും?
ഔട്ട്പുട്ടിൽ മാറ്റമുണ്ടാവും. അങ്ങനെ ഒരു ഇൻപുട്ടിനെ ഇവിടെ കോൺസ്റ്റന്റ് ആക്കി നിലനിർത്തിയിട്ടാണ് നമ്മൾ ഔട്ട്പുട്ടിലെ ചേഞ്ച് മെഷർ ചെയ്യുന്നത്. ഏതിൻ്റെ കാര്യത്തിൽ? റിട്ടേൺസ് ടു എ ഫാക്ടറിൻ്റെ കാര്യത്തിൽ. പക്ഷേ റിട്ടേൺസ് ടു സ്കെയിലിൻ്റെ കാര്യത്തിൽ രണ്ട് ഇൻപുട്സിനെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വാരി ചെയ്യിപ്പിക്കുന്നുണ്ട്. As we move along these lines, the amount of one input varies while of the other remains constant. The returns to a factor can be explained either by RP line or LM line depending whether capital is held constant or labor is held constant. അതായത് നമുക്ക് നമ്മുടെ റിട്ടേൺസ് ടു എ ഫാക്ടർ ഒന്നെങ്കിൽ RP വെച്ചിട്ട് മെഷർ ചെയ്യാം, അല്ലെങ്കിൽ LM വെച്ചിട്ട് മെഷർ ചെയ്യാം. അത് എന്തിനെ ബേസ് ചെയ്തിരിക്കും? ക്യാപിറ്റലിനെയാണോ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി നിലനിർത്തുന്നത്, ലേബറിനെയാണോ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി നിലനിർത്തുന്നത് എന്നതിനെ ബേസ് ചെയ്തിരിക്കും. അതായത് ക്യാപിറ്റലിനെയാണ് നമ്മൾ കോൺസ്റ്റന്റ് ആക്കി നിലനിർത്തുന്നതെങ്കിൽ റിട്ടേൺസ് ടു എ ഫാക്ടർ RP വെച്ചിട്ടായിരിക്കും നമ്മൾ മെഷർ ചെയ്യുന്നത്. ലേബറിനെയാണ് കോൺസ്റ്റന്റ് ആക്കി നിലനിർത്തുന്നതെങ്കിൽ LM എന്ന് പറയുന്ന ലൈന് വെച്ചിട്ടാവും നമ്മൾ റിട്ടേൺസ് ടു എ ഫാക്ടർ മെഷർ ചെയ്യുന്നത്. വിത്ത് ക്യാപിറ്റൽ കോൺസ്റ്റന്റ് അറ്റ് R, ദ പ്രൊഡ്യൂസർ മൂവ്സ് ഫ്രം E to F to G. അതായത് OR എന്ന് പറയുന്ന അളവിൽ ക്യാപിറ്റലിനെ കോൺസ്റ്റന്റ് ആക്കി നിലനിർത്തിയാൽ ആ പ്രൊഡ്യൂസർ എന്ത് ചെയ്യും? ആദ്യം ഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യും, ദെൻ ഇയിലേക്ക് ചേഞ്ച് ചെയ്യും, ദെൻ എഫിലേക്ക്, ദെൻ ജിയിലേക്ക്, അങ്ങനെ ചേഞ്ച് വരും. Therefore, the successive differences between the isocons is increasing. അല്ലെ, ഇങ്ങനെ ഒരു സമയത്ത് ഐസോകോൺസിന്റെ ഈ ഒരു ഡിസ്റ്റൻസ്, ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് ഇൻക്രീസിങ് ആണ്. അതായത് ഇൻക്രീസിങ് എന്ന് പറയുമ്പോൾ ഡിമിനിഷിങ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ് ഇവിടെ കാണിക്കുന്നത്. നമുക്കറിയാം FG എന്ന് പറയുന്നത് ഈ ഒരു EFിനേക്കാളും ഗ്രേറ്റർ ആണ്, ഡിനേക്കാളും ഗ്രേറ്റർ ആണ് EFിനേക്കാളും ഗ്രേറ്റർ ആണ് FG. അതായത് കൂടുതൽ ലാബേഴ്സ് നമ്മൾക്ക് യൂസ് ചെയ്താൽ നമുക്ക് ഡബിൾ ആയിട്ട് ഔട്ട്പുട്ട് കിട്ടും. ഡബിൾ ആയിട്ട് ഔട്ട്പുട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഡബിളിനേക്കാളും കൂടുതൽ ഇൻപുട്സ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ദിസ് മീൻസ് ദാറ്റ് 100 യൂണിറ്റ്സ് ഓഫ് അഡീഷണൽ ഔട്ട്പുട്ട് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ബൈ എംപ്ലോയിങ് സക്സസീവ്ലി ഗ്രേറ്റർ ഇൻക്രിമെന്റ്സ് ഓഫ് ലേബർ. 100 യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് എക്സ്ട്രാ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ്? കൂടുതൽ തൊഴിലാളികളെ നമ്മൾ യൂസ് ചെയ്യണം. ആദ്യം 10 തൊഴിലാളികളെ എക്സ്ട്രാ യൂസ് ചെയ്താൽ 100 കിട്ടും. പിന്നെ 100 ഔട്ട്പുട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ 20 യൂണിറ്റ്സ് ഓഫ് തൊഴിലാളികളെ എംപ്ലോയ് ചെയ്യിപ്പിക്കേണ്ടതായിട്ട് വരും. ദെൻ വീണ്ടും എക്സ്ട്രാ 100 കിട്ടണമെന്നുണ്ടെങ്കിൽ വീണ്ടും 30 എക്സ്ട്രാ ലേബേഴ്സിനെ വെക്കേണ്ടതായിട്ട് വരും. അങ്ങനെ കൂടുതൽ തൊഴിലാളികളെ വെച്ചാൽ മാത്രമേ എന്ത് ചെയ്യാനാവൂ? കൂടുതൽ ഔട്ട്പുട്ട് കിട്ടൂ. അതുകൊണ്ട് ഈ ഒരു റിട്ടേൺസ് ടു എ സ്കെയിൽ, റിട്ടേൺസ് ടു എ ഫാക്ടർ എന്തിനെയാണ് മെഷർ ചെയ്യുന്നത്? ഡിമിനിഷിങ് റിട്ടേൺസിനെയാണ് മെഷർ ചെയ്യുന്നത്. ഡിമിനിഷിങ് റിട്ടേൺസ് ടു എ ഫാക്ടർ ആണ്. എന്നാൽ ഈ ഒരു റിട്ടേൺസ് ടു സ്കെയിൽ എന്തിനെയാണ് മെഷർ ചെയ്യുന്നത്? കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ്. കാരണം എല്ലാതും സെയിം പ്രപ്പോർഷനിലാണ് ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സെയിം ആണ്. അത് മെഷർ ചെയ്യുന്നത് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ്. Next, concept of revenue. What is revenue? The concept of revenue consists of three important terms: total revenue, average revenue and marginal revenue. റവന്യൂവിനെ പഠിക്കുമ്പോൾ നമ്മൾ 3 തരത്തിലുള്ള റവന്യൂസ് ഏതൊക്കെയാണ്? ടോട്ടൽ റവന്യൂ, ആവറേജ് റവന്യൂ ആൻഡ് മാർജിനൽ റവന്യൂ. 3 ടേംസ് നമ്മൾക്ക് പഠിക്കാനുണ്ട്. ടോട്ടൽ റവന്യൂ എന്താണ്? ടോട്ടൽ റവന്യൂ റെഫേഴ്സ് ടു ടോട്ടൽ റിസീപ്റ്റ്സ് ഫ്രം ദി സെയിൽസ് ഓഫ് എ ഗിവൻ ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റി സെയിൽ ചെയ്തതിൽ നിന്നും കിട്ടുന്ന ടോട്ടൽ റെസീപ്റ്റ്സിനെയാണ് ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി ടോട്ടൽ ഇൻകം ഓഫ് എ ഫേം. ടോട്ടൽ റവന്യൂ ആണ് ഒരു ഫേമിന്റെ ടോട്ടൽ ഇൻകം. ടോട്ടൽ റവന്യൂ ഈസ് ഒബ്റ്റൈൻഡ് ബൈ മൾട്ടിപ്ലൈയിങ് ദ ക്വാണ്ടിറ്റി ഓഫ് ദി കമ്മോഡിറ്റി സോൾഡ് വിത്ത് ദി പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി. ടോട്ടൽ റവന്യൂ എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ സെയിൽ ചെയ്ത കമ്മോഡിറ്റിയുടെ പ്രൈസും അതിൻ്റെ ക്വാണ്ടിറ്റിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, ഇൻഡ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ റവന്യൂ കിട്ടും. ടോട്ടൽ റവന്യൂ ഈസ് ഈക്വൽ ടു ക്വാണ്ടിറ്റി ഇൻറ്റു പ്രൈസ്. Q ഇൻറ്റു P ആണ് TR അല്ലെങ്കിൽ ടോട്ടൽ റവന്യൂ. ഫോർ എക്സാമ്പിൾ, ഇഫ് എ ഫേം സെൽസ് 100 chairs അറ്റ് പ്രൈസ് ഓഫ് ₹160 per chair, then the total revenue will be 10 chairs into ₹160 is equal to 1600. ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഫേം 10 chairs 160 രൂപയ്ക്ക് വിൽക്കുകയാണ്. ഓരോ ചെയർസിനും 160 രൂപയാണ്. ആ ഫേമിനെ സംബന്ധിച്ച് ആ ഫേമിൻ്റെ TR ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10 chairs into 160 is equal to 1600 ആയിരിക്കും. ഈ 1600 ആണ് ആ ഫേമിൻ്റെ ടോട്ടൽ റവന്യൂ. നെക്സ്റ്റ് വൺ, ആവറേജ് റവന്യൂ AR.
What is average revenue? Average revenue refers to revenue per unit of output sold. ഓരോ യൂണിറ്റും സോൾവ് ചെയ്തതിൽ നിന്നും കിട്ടുന്ന റവന്യൂവിനെയാണ് ആവറേജ് റവന്യൂ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഡിവൈഡിങ് ദി ടോട്ടൽ റവന്യൂ ബൈ ദി നമ്പർ ഓഫ് യൂണിറ്റ് സോൾഡ്. ആവറേജ് റവന്യൂ കാണുന്നതിനുള്ള ഇക്വേഷൻ എന്താണ്? ടോട്ടൽ റവന്യൂവിനെ ക്വാണ്ടിറ്റി ഓഫ് സോൾഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. AR ഈസ് ഈക്വൽ ടു ടോട്ടൽ റവന്യൂ TR ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി. For example, if total revenue from the sale of 10 chairs at rupees 160 per chair is rupees 1600, then average revenue is equal to total revenue divided by quantity is equal to 1600 divided by 10, that is 160. നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ ടോട്ടൽ റവന്യൂ അല്ലെ 10 ചയേഴ്സ് 160 രൂപ വീതമുള്ള ചയേഴ്സ് 10 എണ്ണം വിറ്റ സമയത്ത് ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് 1600 ആയിരുന്നു. ഇതിൽ നിന്നും ആവറേജ് റവന്യൂ എങ്ങനെ കാണും? ആവറേജ് റവന്യൂ എന്ന് പറയുന്നത് ഓരോ ഷെയറിന്റെയും വില എത്രയാണ് എന്നുള്ളതാണ്. ഓരോ യൂണിറ്റും സെയിൽ ചെയ്തപ്പോൾ എത്ര റവന്യൂ കിട്ടി എന്നുള്ളതാണ്. അത് ടോട്ടൽ റവന്യൂവിനെ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ ടോട്ടൽ റവന്യൂ 1600, 1600നെ ഇവിടെ ക്വാണ്ടിറ്റി 10 അല്ലെ, 10 ചയേഴ്സ് ആണ് സെയിൽ ചെയ്തത്, അതുകൊണ്ട് 10. ദാറ്റ് മീൻസ് ആവറേജ് റവന്യൂ ഈസ് rupees 160. ആവറേജ് റവന്യൂ ആൻഡ് പ്രൈസ് ആർ ദി സെയിം. ആവറേജ് റവന്യൂവും പ്രൈസും എന്താണ്? സെയിം ആണ്. AR ഈസ് ഈക്വൽ ടു per unit sale receipts and per price is always per unit. Since sellers receive revenue according to price and AR one and the same thing. This can be explained as under TR is equal to quantity into price, AR is equal to TR by quantity. അതുകൊണ്ട് തന്നെ പ്രൈസ് എന്ന് പറയുന്നതും AR എന്ന് പറയുന്നതും സെയിം ആണ്. AR എന്താണ്? ആവറേജ് റവന്യൂ. ഓരോ യൂണിറ്റും സോൾഡ് ചെയ്യുമ്പോൾ, ഓരോ യൂണിറ്റും സെയിൽ നടത്തുമ്പോൾ എത്ര റവന്യൂ കിട്ടി എന്നുള്ളതാണ്. ആ റവന്യൂ എന്ന് പറയുന്നത് ഓരോ സെയിലിൽ നിന്നും കിട്ടുന്ന റവന്യൂ എന്ന് പറയുന്നത് അതിന്റെ പ്രൈസിന് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് ആവറേജ് റവന്യൂ ഈസ് ഈക്വൽ ടു പ്രൈസ് എന്ന് പറയുന്നത്. നമ്മുടെ എക്സാമ്പിൾ നോക്കുക. ഓരോ ചെയറിന്റെയും വില എന്ന് പറയുന്നത് 160 ആണ്. ആവറേജ് റവന്യൂ നമുക്ക് എത്ര തന്നെ കിട്ടി? 160 തന്നെ കിട്ടി. അപ്പോൾ ആവറേജ് റവന്യൂ ഈസ് ഓൾവേസ് ഈക്വൽ ടു പ്രൈസ്. Then AR curve and demand curve are the same. AR curve demand curve എന്താണ്? സെയിം ആണ്. A buyer's demand curve graphically represent the quantities demanded by a buyer at various prices. ഒരു ഡിമാൻഡ് കർവ് എന്താണ് കാണിക്കുന്നത്? ഒരു ബയർ വാരിയസ് പ്രൈസസിൽ ഡിമാൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസിനെയാണ് ഒരു ഡിമാൻഡ് കർവ് കാണിക്കുന്നത്. In another words, it shows the various levels of average revenue at which different quantities of the good are sold by the seller. Therefore, in economics, it is customary to refer AR curve as the demand curve of a firm. അതായത് ഈ ഒരു ഡിമാൻഡ് കർവ് കാണിക്കുന്നത് എന്താണ്? ഓരോ പ്രൈസിലും എത്രത്തോളം ഒരു കൺസ്യൂമർ ഡിമാൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് ഓഫ് ഗുഡ് ആർ സോൾഡ് ബൈ ദി സെല്ലർ തന്നെയാണ് ആവറേജ് റവന്യൂവും കാണിക്കുന്നത്. അതുകൊണ്ടാണ് AR കർവും ഡിമാൻഡ് കർവും സെയിം ആണെന്ന് കാണിക്കുന്നത്. നെക്സ്റ്റ് ടേം ഈസ് marginal revenue, that is MR. Marginal revenue is the additional revenue generated from the sale of an additional unit of output. ഒരു ഗുഡിന്റെ അഡീഷണൽ യൂണിറ്റ് സെയിൽ നടത്തുമ്പോൾ എത്ര റവന്യൂ കിട്ടി എന്നുള്ളതാണ് മാർജിനൽ റവന്യൂ കാണിക്കുന്നത്. ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ TR ഫ്രം സെയിൽ ഓഫ് വൺ മോർ യൂണിറ്റ് ഓഫ് എ കമ്മോഡിറ്റി. ഒരു യൂണിറ്റും കൂടെ എക്സ്ട്രാ സെയിൽ നടത്തുമ്പോൾ ടോട്ടൽ റവന്യൂ എന്നിട്ടുള്ള ചേഞ്ചിനെയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. MRN is equal to TRN minus TRN minus 1. MRN എന്ന് പറയുന്നത് മാർജിനൽ റവന്യൂ ഓഫ് nth യൂണിറ്റ്. TRN എന്ന് പറയുന്നത് ടോട്ടൽ റവന്യൂ ഫ്രം n യൂണിറ്റ്സ്. TRN minus 1 എന്ന് പറയുന്നത് ടോട്ടൽ റവന്യൂ ഫ്രം n minus യൂണിറ്റ്സ്. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് യൂണിറ്റ്സ് സോൾഡ്. For example, if the total revenue realized from sale of 10 chairs is rupees 1600 and that from sale of 11 chair is rupees 1780, then MR of the 11th chair will be. അതായത് 10 ചെയർ സെയിൽ നടത്തിയപ്പോൾ 160 രൂപയ്ക്ക് 10 ചെയർസ് സെയിൽ നടത്തിയപ്പോൾ 1600 ആയിരുന്നു ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത്. ഇനി 11ാമത്തെ ഒരു ചെയറും കൂടെ 160 റുപ്പീസിന് അല്ലെങ്കിൽ എക്സ്ട്രാ റുപ്പീസിന് സെയിൽ നടത്തുമ്പോൾ അതിന്റെ ടോട്ടൽ റവന്യൂ 1780 ആയിട്ട് മാറും. ഇവിടെ മാർജിനൽ റവന്യൂ, അതായത് മാർജിനൽ റവന്യൂ എന്ന് പറയുമ്പോൾ അഡീഷണൽ ആയിട്ട് 11ാമത്തെ ഷെയർ സെയിൽ നടത്തിയപ്പോൾ എക്സ്ട്രാ എത്ര വരുമാനം കിട്ടി എന്നുള്ളതാണ് MR കാണിക്കുന്നത്. അതെങ്ങനെ കാണും?
MR11 ഈസ് ഈക്വൽ ടു TR11 മൈനസ് TR10. അതായത് 11 ചെയേഴ്സ് സെയിൽ നടത്തിയ സമയത്ത് എത്ര വരുമാനം കിട്ടി, അതിൽ നിന്നും എന്ത് മൈനസ് ചെയ്യണം, 10 ചെയേഴ്സ് സെയിൽ നടത്തിയപ്പോൾ എത്ര വരുമാനം കിട്ടി എന്നുള്ളത് മൈനസ് ചെയ്യണം. MR11 ഈസ് ഈക്വൽ ടു 1780 ആണ് 11 ചെയേഴ്സിൽ നിന്നും കിട്ടിയത്, 1600 ആണ് 10 ചെയേഴ്സിൽ നിന്നും കിട്ടിയത്. അതിന്റെ ഡിഫറൻസ് 180, 180 രൂപയാണ് 11ാമത്തെ ചെയേഴ്സിന്. ഈ 180 ആണ് മാർജിനൽ റവന്യൂ. അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ള റവന്യൂ എന്ന് പറയുന്നത് 180 റുപ്പീസ് ആണ്. വൺ മോർ വേ ടു കാൽക്കുലേറ്റ് MR കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള മറ്റൊരു മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. MR ഈസ് ദി ചേഞ്ച് ഇൻ TR വെൻ 1 more units is sold. MR എന്ന് പറയുന്നത് TRൽ വരുന്ന ചേഞ്ച് ആണ്. അതായത് അഡീഷണൽ ആയിട്ട് ഒരു യൂണിറ്റും കൂടെ സെയിൽ നടത്തുമ്പോൾ TRൽ എത്ര ചേഞ്ച് വന്നു എന്നുള്ളതാണ് MR കാണിക്കുന്നത്. However, when change in units sold is more than 1, then MR can also be calculated as MR is equal to change in total revenue divided by change in number of units sold. അതായത് ടോട്ടൽ റവന്യൂവിൽ വന്നിട്ടുള്ള ചേഞ്ച് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സിൽ വന്നിട്ടുള്ള ചേഞ്ച്. ദാറ്റ് മീൻസ് ഡെൽറ്റ TR ഡിവൈഡഡ് ബൈ ഡെൽറ്റ Q. TRൽ വന്നിട്ടുള്ള ചേഞ്ച് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റിയിൽ വന്നിട്ടുള്ള ചേഞ്ച്. ആൻ എക്സാമ്പിൾ, ഇഫ് ദി ടോട്ടൽ റവന്യൂ റിയലൈസ്ഡ് ഫ്രം സെയിൽ ഓഫ് 10 ചെയേഴ്സ് ഈസ് റുപ്പീസ് 1600 and that from sale of 14 chairs is rupees 2200, then the marginal revenue will be TR of 14 chairs minus TR of 10 chairs divided by 14 chairs minus 10 chairs. ടോട്ടൽ റവന്യൂവിൽ വന്നിട്ട് 10 ചെയേഴ്സിൽ നിന്നും 1600 രൂപയും 14 ചെയേഴ്സിൽ നിന്നും 2200 രൂപയും. ഈ 2200ഉം 1600ഉം തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഡെൽറ്റ TR എന്ന് പറയുന്നത്. അത് എത്രയാണ്? 2200 മൈനസ് 1200 എത്ര? 1600 എത്ര കിട്ടും? 600 കിട്ടും. അതിന് എത്ര ക്വാണ്ടിറ്റിയിൽ വന്നിട്ടുള്ള ചേഞ്ചസ് നോക്കണം. 10 ചെയേഴ്സും 14 ചെയേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 4 ആണ്. ഈ 600നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 150 കിട്ടും. ഈ 150 ആണ് എന്ത്? MR എന്ന് പറയുന്നത്, മാർജിനൽ റവന്യൂ, എക്സ്ട്രാ റവന്യൂ എന്ന് പറയുന്നത്. ഈ 4 ചെയേഴ്സ് എക്സ്ട്രാ വിറ്റ സമയത്ത് 150 ആണ് എന്ത് കിട്ടിയിട്ടുള്ളത്? മാർജിനൽ റവന്യൂ കിട്ടിയിട്ടുള്ളത്. ഇതാണ് MR കാണുന്നതിനുള്ള മറ്റൊരു ഇക്വേഷൻ, ഡെൽറ്റ TR ഡിവൈഡഡ് ബൈ ഡെൽറ്റ Q. TR ഈസ് സമ്മേഷൻ ഓഫ് MR. MR എന്ന് പറയുന്നതിന്റെ സമ്മേഷൻ ആണ് TR. ടോട്ടൽ റവന്യൂ ക്യാൻ ഓൾസോ ബി കാൽക്കുലേറ്റഡ് ആസ് ദി സം ഓഫ് മാർജിനൽ റവന്യൂ ഓഫ് ഓൾ ദി യൂണിറ്റ് സോൾഡ്. നമ്മൾ നേരത്തെ TR എങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു? P ഇൻറ്റു Q, പ്രൈസിനെയും ക്വാണ്ടിറ്റിനെയും ഇൻറ്റു ചെയ്യുമ്പോൾ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ TR കിട്ടി. അതുപോലെ TR കാണുന്നതിനുള്ള മറ്റൊരു ഇക്വേഷൻ ആണ് സമ്മേഷൻ ഓഫ് MR. MRകളുടെ സമ്മേഷൻ ആയിട്ടും എന്ത് കാണാം? TR കാണാം. TRN is equal to MR1 plus MR2 plus MR3 plus so on. അങ്ങനെയാണ്. അതായത് TR is equal to sigma MR. MRകളുടെ കൂട്ടത്തെയാണ് TR എന്ന് കാണിക്കുന്നത്. The concept of TR, AR and MR can be better explained through table. ഈ ടേബിളിൽ TRനെയും ARനെയും MRനെയും കാണിച്ചിട്ടുണ്ട്. ഇവിടെ യൂണിറ്റ്സ് ഓഫ് സോൾഡ് 1 2 3 മുതൽ 1 മുതൽ 7 വരെ കൊടുത്തിട്ടുണ്ട്. ഓരോന്നിൻ്റെയും പ്രൈസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും TR എങ്ങനെ കാണും? ക്യൂവും പിയും കൂടെ അല്ലേ, യൂണിറ്റ്സ് ഓഫ് സോൾഡും പ്രൈസും കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ TR കിട്ടും. 1 into 10 10, 2 into 9 18, 3 into 8 24, 4 into 7 28, 5 into 6 30, 6 into 5 30, 7 into 4 28. അങ്ങനെ പ്രൈസിനെയും ക്യൂവിനെയും ഇൻറ്റു ചെയ്തിട്ട് TR കണ്ടു. ഇനി AR എങ്ങനെ കാണും? TR പ്ലസ് ക്യൂവും കാണാം, അല്ലെങ്കിൽ TR ബൈ ക്യൂ എന്നുള്ളതും കാണാം. TR by Q എന്ന് പറയുമ്പോൾ 10 by 1 10, 18 by 2 9, 24 by 3 8, 28 by 4 7, 30 by 5 6, 30 by 6 5, 28 by 7 4. അങ്ങനെയും കാണാം, അല്ലെങ്കിൽ എങ്ങനെ കാണാം? TR പ്ലസ് ക്യൂ അങ്ങനെയും കാണാം. TRലേക്ക് എന്ത് ആഡ് ചെയ്താൽ മതി? ക്യൂവിനെ ആഡ് ചെയ്താൽ മതി. അങ്ങനെയും നമുക്ക് എന്ത് കാണാനാവും? ഈ ഒരു TR കാണാനാവും. ഇനി MRN എങ്ങനെ കാണും? MRN എന്ന് പറയുന്നത് ഡെൽറ്റ TR ഡിവൈഡഡ് ബൈ ഡെൽറ്റ Q ആണ്. അല്ലെങ്കിൽ എങ്ങനെ കാണാം? TRN മൈനസ് TRN മൈനസ് 1, 10 മൈനസ് 0, 18 മൈനസ് 10, 10 മൈനസ് 0. ഇതിൻ്റെ മുകളിലുള്ള താഴെ ഉള്ളത് ഇങ്ങനെ മൈനസ് ചെയ്ത് വരാം. ഈ 18ൽ നിന്നും ഈ 10 കുറക്കും, ഈ 24ൽ നിന്നും ഈ 18 കുറയ്ക്കും, ഈ 28ൽ നിന്നും ഈ 24 മൈനസ് ചെയ്യും. അങ്ങനെയും
എന്ത് കാണാം? TRN മൈനസ് TRN-1 കാണാം. ഇങ്ങനെയാണ് MRN കാണുന്നത്. അല്ലെങ്കിൽ എങ്ങനെ കാണാം? ഡെൽറ്റ TRൽ വന്നിട്ടുള്ള ചേഞ്ച് ഡിവൈഡഡ് ബൈ ഇതിൽ വന്നിട്ടുള്ള ചേഞ്ച്. 10ൽ നിന്നും 80ലേക്കുള്ള ചേഞ്ച് എത്രയാണ്? 8 ഡിവൈഡഡ് ബൈ 1 8. Then 24 minus 18 all divided by 3 minus 2. അങ്ങനെയും MR കാണാനാവും. ആവറേജ് കോസ്റ്റ് കർവ്സ്. ആവറേജ് കോസ്റ്റ് കർവുകൾ ഇങ്ങനെയാണ്. ഇവിടെ ഏതെല്ലാം? MC കൊടുത്തിട്ടുണ്ട്, AC അല്ലെങ്കിൽ ആവറേജ് ടോട്ടൽ കോസ്റ്റ് ആയിട്ടുള്ള ATC AC കൊടുത്തിട്ടുണ്ട്, AVC കൊടുത്തിട്ടുണ്ട്. ATC എന്ന് പറയുന്നത് എന്താണ്? യു ഷേപ്പ്ഡ് ആണ് അല്ലേ? ദെൻ അതുപോലെ തന്നെയാണ് AVC എന്ന് പറയുന്നത്. AVCയും യു ഷേപ്പ്ഡ് ആണ്, ACയും യു ഷേപ്പ്ഡ് ആണ്. ഇനി MC എന്ന് പറയുന്നത് എന്താണ്? MC AVCയുടെയും ACയുടെയും മിനിമം പോയിന്റിലൂടെയാണ് ഈ MC കടന്നു പോകുന്നത്. AVCയുടെയും ACയുടെയും മിനിമം പോയിന്റിലൂടെ ആയിരിക്കും MC കടന്നു പോകുന്നത്. ഇതാണ് ഒരു ആവറേജ് കോസ്റ്റ് കർവ്സ്. AC എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി ആണ്. AVC എന്ന് പറയുന്നതോ വാരിയബിൾ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി ആണ്. MC എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റ് ഡെൽറ്റ TC ഡിവൈഡഡ് ബൈ ഡെൽറ്റ Q ആണ്. AFC എന്ന് പറയുന്നത് ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. ദെൻ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് വാരിയബിൾ കോസ്റ്റും ഫിക്സ്ഡ് കോസ്റ്റും കൂടെ കൂടിയതാണ് ടോട്ടൽ കോസ്റ്റ്. ഇവിടെ ഫിക്സ്ഡ് കോസ്റ്റ് FC 300ൽ ഫിക്സ്ഡ് കോസ്റ്റ് ഇവിടെ ഫിക്സ്ഡ് ആയിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. VC വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ഒറിജിനിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ FCയിൽ നിന്നുമാണ് TC സ്റ്റാർട്ട് ചെയ്യുന്നത്. TVCയുടെയും TCയുടെയും ഡിഫറൻസ് ആണ് എന്ത്? TFC എന്ന് പറയുന്നത്. കാരണം TFC പ്ലസ് TVC ആണ് TC. അതുകൊണ്ട് തന്നെ TFCയുടെയും TVCയുടെയും കൂടിയതാണ് TC. അതുകൊണ്ട് TVCയുടെയും TCയുടെയും ഡിഫറൻസ് എന്ന് പറയുന്നത് FC ആണ്, ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. Thank you for watching.